പാലക്കാട് നെന്മാറ ഇരട്ടക്കൊലപാതകവുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്കാണ്. പ്രതി ചെന്താമരയുമായി പോലീസ് തെളിവെടുപ്പ് നടത്തും. നെന്മാറ പോത്തുണ്ടിയിലാണ് തെളിവെടുപ്പ്. തെളിവെടുപ്പിനായി വൻ സുരക്ഷാ സന്നാഹമാണ് പോലീസ് ഒരുക്കിയിരിക്കുന്നത്. നെന്മാറയിൽ പോത്തുണ്ടിയിൽ നിന്ന് അരുൺ ആലത്തൂരും ആലത്തൂർ കോടതി പരിസരത്ത് നിന്ന് ആനന്ദ് പുത്തൂരും വിവരങ്ങളുമായി ചേരുകയാണ്. ആനന്ദ്, എപ്പോഴാണ് ഈ തെളിവെടുപ്പിനായി ചെന്താമരയെ കൊണ്ടുപോവുക? നേരത്തെ തന്നെ വലിയ പ്രതിഷേധം പ്രതീക്ഷിച്ചിരുന്നതുമാണ്. അപ്പോൾ എത്രത്തോളം സുരക്ഷയിലാണുള്ളത്? വീണ ഏതാണ്ട് 11 കൂടി തന്നെ ചെന്താമരയെ ഈ ആലത്തൂർ ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലേക്ക് എത്തിക്കും എന്നാണ് നമുക്ക് അറിയുന്നത്. അപ്പോൾ 10 മണിയോട് കൂടി തന്നെ ഈ വിയ്യൂർ ജയിലിൽ നിന്ന് ചെന്താമരയെ പുറത്തേക്ക് എത്തിക്കും. തുടർന്ന് പോലീസ് കോടതിയിൽ കസ്റ്റഡി അപേക്ഷ നൽകും. ഈ കസ്റ്റഡി അപേക്ഷ നൽകി കോടതി അത് സ്വീകരിച്ചതിന് ശേഷമായിരിക്കും ഇയാളെയും കൊണ്ട് തെളിവെടുപ്പിനെ പോത്തുണ്ടി നെന്മാറ പ്രദേശത്തേക്ക് കൊണ്ടുപോകുന്നത്. എന്തായാലും വലിയ ഒരു ജനരോഷം തന്നെയാണ് ആ പ്രദേശത്തുള്ളത്. കഴിഞ്ഞ തവണയെല്ലാം നമ്മൾ കണ്ടതാണ്. ആളുകൾ അക്രമാസക്തരാകുന്ന ഒരു തരത്തിലേക്ക് എത്തുന്നു. പോലീസിന് പെപ്പർ സ്പ്രേ അടിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ലാത്തി ചാർജിന് പുറമേക്ക് പെപ്പർ സ്പ്രേ പോലും ഉപയോഗിക്കേണ്ട ഒരു ഗതികേട് ഉണ്ടായിട്ടുണ്ട്. എന്തായാലും അതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയായിരിക്കും പോലീസ് കൃത്യമായിട്ടുള്ള ഒരു സുരക്ഷാ സംവിധാനം ഒരുക്കിയിട്ടുള്ളത്. വ്യാപകമായിട്ടുള്ള രീതിയിൽ കൂടുതൽ ഫോഴ്സിനെ ഈ പ്രദേശത്തേക്ക് ഇറക്കിയിട്ടുണ്ടെന്നാണ് നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കുന്നത്. എന്തായാലും ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ ആലത്തൂർ ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലാണ്. 11 കൂടി തന്നെ ചെന്താമര ഇവിടേക്ക് എത്തും. കാരണം 11 മണിക്കാണ് കോടതി നടപടിക്രമങ്ങൾ ആരംഭിക്കുന്നത്. അതേ സമയത്ത് തന്നെ അതിനോടനുബന്ധിച്ച് അതിനോടടുത്ത് തന്നെ ഈ ഇപ്പോൾ അയാളുള്ള വിയ്യൂർ ജയിലിൽ നിന്ന് അദ്ദേഹത്തെ ഇങ്ങോട്ട് കൊണ്ടുവരാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും ഈ തെളിവെടുപ്പിന് ശേഷം വീണ്ടും പോലീസ് ചോദ്യം ചെയ്തതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നടപടികളിലേക്ക് കടക്കും എന്നാണ് അറിയുന്നത്. 2 ദിവസത്തെ കസ്റ്റഡി അപേക്ഷ വാങ്ങാനാണ് സാധ്യത. പക്ഷേ ഒരുപക്ഷെ കൂടുതൽ ദിവസങ്ങൾ പോലീസ് കസ്റ്റഡി അപേക്ഷ ചോദിച്ചേക്കാം. എന്തായാലും കൃത്യമായിട്ടുള്ള ഒരു സന്നാഹം, പ്രത്യേകിച്ച് ഈ കോടതി പരിസരത്തടക്കം കൂടുതൽ പോലീസിനെ വിന്യസിക്കാനുള്ള ഒരു തീരുമാനത്തിൽ തന്നെയാണ് ഉള്ളത്. യാതൊരു തരത്തിലുള്ള ക്രമസമാധാന പ്രശ്നങ്ങളും ഇല്ലാതിരിക്കാൻ, കഴിഞ്ഞ തവണത്തെ പോലെ ഇല്ലാതിരിക്കാനുള്ള ഒരു ശ്രമം പോലീസിന്റെ ഭാഗത്തുനിന്ന് കാര്യമായിട്ട് തന്നെ ഉണ്ട്. വീണ ആനന്ദ്, അതേസമയം ഈ കോടതി പരിസരത്തുമുണ്ടോ ജനങ്ങൾ തടിച്ചുകൂടിയിട്ടുണ്ടോ? കഴിഞ്ഞ തവണ എവിടെ ചെന്താമര എത്തിച്ചാലും അവിടെ എല്ലാം ജനക്കൂട്ടം എത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും വീണ, നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ ഇയാളെ കോടതിയിൽ ഹാജരാക്കുമ്പോൾ ഞാൻ നിൽക്കുന്ന കോടതി പരിസരം ജനങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയായിരുന്നു. പ്രത്യേകിച്ച് ഇയാളെ കാണുന്നതിനും ആ പ്രതിഷേധത്തിന് സൂചകമായി തന്നെ വലിയ ഒരാൾക്കൂട്ടമാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ ഈ സമയത്ത് ഇവിടെ ആളുകളൊന്നും എത്തിയിട്ടില്ല. തരത്തിൽ കോടതിയുടെ നടപടിക്രമങ്ങൾ ആരംഭിച്ചിട്ടില്ല. 11 കൂടിയാണ് കോടതി ആരംഭിക്കുന്നത്. പക്ഷെ എന്തായാലും ഈ ഒരു സമയത്ത് ഇല്ല എന്നുള്ളത് കരുതി പോലീസ് തീർച്ചയായിട്ടും അതിനെ നിസ്സാരവൽക്കരിച്ചിട്ടില്ല. പോലീസ് സേനകൾ കൂടുതൽ ഈ പരിസരത്തെല്ലാം വിന്യസിച്ചിട്ടുണ്ട്. മഫ്തിയിലടക്കം ആളുകളുണ്ടെന്ന് തന്നെയാണ് നമുക്ക് അറിയുന്നത്. എന്തായാലും ഇയാൾ ഇവിടേക്ക് എത്തുന്നതോട് കൂടി തന്നെ കൂടുതൽ പോലീസ് സേന ഇവിടേക്ക് എത്തും. ആളുകളുടെ ഒരു പ്രതിഷേധം കോടതിയിലും പോലീസ് പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ കഴിഞ്ഞ തവണത്തെ അത്ര ഒരു പ്രതിഷേധം കോടതി പരിസരത്ത് ഉണ്ടാകുമോ എന്നുള്ള ഒരു സംശയമുണ്ട്. എന്തായാലും പോലീസ് കരുതി തന്നെയാണുള്ളത്. ഈ ഒരു സമയത്ത് നിലവിൽ ഇവിടെ ആളുകളുടെ എണ്ണം കുറവാണ്. അതായത് ആളുകളൊന്നും എത്തിയിട്ടില്ല. പക്ഷേ പ്രത്യേകിച്ച് ഈ തെളിവെടുപ്പിന് കൊണ്ടുപോകുന്ന സ്ഥലത്തായിരിക്കും കൂടുതൽ ഇത്തരത്തിലുള്ള ജനങ്ങളുടെ രോഷം ഉണ്ടാവാനുള്ള ഒരു സാധ്യതയായി പോലീസ് കണക്കാക്കുന്നത്. വീണ ആനന്ദ്, സാധാരണഗതിയിൽ ഈ ഇവിടുത്തെ കോടതി നടപടികൾ കഴിഞ്ഞാൽ പിന്നീട് എങ്ങോട്ടാണ് ആദ്യം തെളിവെടുപ്പിന് കൊണ്ടുപോകുന്നത് എന്നുള്ള വിവരങ്ങളൊക്കെയും പോലീസ് പങ്കുവയ്ക്കാറുണ്ട്. അതിനുവേണ്ട സുരക്ഷ ഒരുക്കുകയും വേണമല്ലോ. പക്ഷേ ചെന്താമരയുടെ കാര്യത്തിൽ അങ്ങനെ നേരത്തെ പറയുന്നുണ്ടോ? കാരണം ഇത് പ്രതിക്ക് നേരെയുള്ള ആക്രമണങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത, അല്ലെങ്കിൽ ജനരോഷം ഉണ്ടാകാനുള്ള സാധ്യത വലിയ തോതിൽ കാണുന്നത് കൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾ പോലീസ് പങ്കുവയ്ക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും വീണ, അതുകൊണ്ട് തന്നെ പോലീസ് ഔദ്യോഗികമായിട്ട് യാതൊരു തരത്തിലുള്ള വിവരങ്ങളും പങ്കുവച്ചിട്ടില്ല. പ്രത്യേകിച്ച് നമ്മൾ അത്തരത്തിലുള്ള റൂട്ട് മാപ്പുകൾ പുറത്തുവിടുകയാണെങ്കിൽ ജനങ്ങൾ അതനുസരിച്ചുകൊണ്ട് തടിച്ചുകൂടാനുള്ള ഒരു സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ എവിടേക്കായിരിക്കും ആദ്യം തെളിവെടുപ്പിന് കൊണ്ടുപോകുക എന്നുള്ള ഒരു കാര്യത്തെക്കുറിച്ച് ഇനിയും വ്യക്തത വരേണ്ടതുണ്ട്. എന്തായാലും ഈ നെന്മാറ പോത്തുണ്ടി മേഖലയിലും അതുപോലെ തന്നെ ബോയൻ കോളനി, ഇയാൾ വീടിരിക്കുന്ന ബോയൻ കോളനിയിലും മറ്റ് പരിസര പ്രദേശങ്ങളിലേക്ക് തന്നെയായിരിക്കും ഇയാളെ ആദ്യഘട്ടത്തിൽ കൊണ്ടുപോകുക എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. അതുകൊണ്ട് തന്നെ ഈ പ്രദേശങ്ങളിലെല്ലാം ശക്തമായിട്ടുള്ള ഒരു സേനാവിന്യാസം തന്നെയാണ് പോലീസ് നടത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഇയാൾ വെട്ടുകത്ത് വാങ്ങി എന്ന് പറയുന്ന ഏലവഞ്ചേരിയിലേക്ക് ഒരുപക്ഷെ നാളെ ആയിരിക്കും അയാളെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തെളിവെടുപ്പിന് കൊണ്ടുപോകുന്നത്. എന്തായാലും ഈ 11 കൂടി തന്നെ ഇയാളെ കോടതിയിലേക്ക് എത്തിക്കും. തുടർന്ന് കസ്റ്റഡി അപേക്ഷ നൽകും. ഇയാളെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയതിനു ശേഷം നേരെ തെളിവെടുപ്പിന് കൊണ്ടുപോകുമെന്ന് തന്നെയാണ് അറിയുന്നത്. എന്തായാലും വലിയ ഒരു പ്രതിഷേധം പോലീസ് മുന്നിൽ കാണുന്നുണ്ട്. പ്രത്യേകിച്ച് കഴിഞ്ഞ തവണ മതിലടക്കം ഇടിച്ചു പൊളിക്കുന്ന ഒരു തരത്തിലേക്ക് ജനങ്ങളുടെ ഒരു രോഷം അലതല്ലിയിരുന്നു. ഇത്തവണ അത്തരത്തിലുള്ള മറ്റ് അപകടങ്ങളോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അണപൊട്ടുന്ന തരത്തിലേക്കുള്ള ഒരു രോഷത്തെ നിയന്ത്രിക്കാനുള്ള സകല സന്നാഹങ്ങളും പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ട്. വീണ ഓക്കെ, ശരി ആനന്ദ. പോത്തുണ്ടിയിൽ നിന്ന് അരുൺ ആലത്തൂർ കൂടി ചെയ്യുന്നുണ്ട്. അരുൺ, ഏതൊക്കെ ഇടങ്ങളിൽ എവിടെയൊക്കെയാണ് തെളിവെടുപ്പ് ഉണ്ടാവുക? എന്തൊക്കെയാണ് പ്രധാനമായും ഇന്നത്തെ തെളിവെടുപ്പിൽ നിന്ന് പോലീസ് ഉദ്ദേശിക്കുന്നത്? പ്രധാനമായിട്ടും ഈ കൊലപാതകം നടന്ന പോത്തുണ്ടി ബോയൻ കോളനിയിലേക്ക് എത്തിച്ച് പ്രതിയെ തെളിവെടുപ്പ് നടത്തുക എന്നുള്ളതാണ് പോലീസ് ഇന്ന് ഉദ്ദേശിക്കുന്നത്. കൃത്യം ഒരു മണിയോടുകൂടെ തന്നെ ഈ കൊലപാതകം നടന്ന ബോയൻ കോളനിയിലേക്ക് ചെന്താമരയെ എത്തിക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ബോയൻ കോളനിയിൽ വലിയ സുരക്ഷാ സന്നാഹം തന്നെ പോലീസ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും
ഈ കൊലപാതകം നടന്ന ഈ പ്രദേശത്ത് തന്നെ പോലീസിനെ ഇപ്പോൾ ഇതിനോടകം തന്നെ വിന്യസിച്ചിട്ടുണ്ട്. ഏകദേശം 500ഓളം പോലീസുകാരെയാണ് ഈ പോത്തുണ്ടി ഭാഗത്ത് വിന്യസിച്ചിരിക്കുന്നത്. നെന്മാറ, മംഗലണ്ടാം, വടക്കഞ്ചേരി, കൊല്ലങ്കോട്, ആലത്തൂർ പോലീസ് ഇൻസ്പെക്ടർമാരുടെ നേതൃത്വത്തിൽ AR ക്യാമ്പിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയാണ് 500 പോലീസുകാരെ ഇവിടെ സുരക്ഷയുടെ ഭാഗമായി വിന്യസിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 12 മണിയോടുകൂടെ ആയിരിക്കും നമുക്ക് ഈ പോലീസിൻ്റെ കസ്റ്റഡിയിലേക്ക് വിട്ടുകിട്ടുന്ന നടപടികളൊക്കെ പൂർത്തിയാവുക എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ കൊലപാതകം നടന്ന ഭാഗത്തേക്ക് 1 മണിയോടുകൂടെ ചെന്താമരയുമായി പോലീസ് എത്താനുള്ള സാധ്യതയാണ് കാണുന്നത്. സുധാകരനും അമ്മ ലക്ഷ്മിയും വെട്ടേറ്റ് വീണ സ്ഥലത്തും ഈ സുധാകരൻ ഒളിച്ചു താമസിക്കുകയും ആയുധങ്ങൾ സൂക്ഷിക്കുകയും ചെയ്ത ഇയാളുടെ വീട് ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. ഈ വീട്ടിലും ഉൾപ്പെടെ പ്രതിയെ എത്തിച്ചായിരിക്കും പോലീസ് തെളിവെടുപ്പ് നടത്തുക. പ്രതി കൃത്യം ചെയ്തത് വിശദീകരിക്കുന്നത് രേഖപ്പെടുത്തും. ഇതെല്ലാം വീഡിയോ റെക്കോർഡ് ചെയ്യും എന്നുള്ളതാണ്. പിടിയിലായപ്പോൾ പ്രതി നൽകിയ മൊഴിയിൽ പറയുന്ന കാര്യങ്ങളിൽ വ്യക്തത വേണ്ടവ ചോദിച്ചറിയുകയും വീണ്ടെടുത്ത ആയുധങ്ങളും ശാസ്ത്രീയ തെളിവുകളും വിശകലനം ചെയ്യുകയും ഉൾപ്പെടെ പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ഡ്രോൺ ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ടായിരിക്കും ഈ തെളിവെടുപ്പ് നടപടികളൊക്കെ പുരോഗമിക്കുക. വീഡിയോ റെക്കോർഡിംഗ് ഉൾപ്പെടെ ഉണ്ടാവും എന്നുള്ളതാണ് ഉദ്യോഗസ്ഥ സംഘം ഇതിനോടകം തന്നെ അറിയിച്ചിരിക്കുന്നത്. പിന്നെ കഴിഞ്ഞ ദിവസം ഈ പ്രതി പിടിയിലായ സമയത്ത് പ്രദേശത്തെ ജനങ്ങളുടെ വലിയ ജനരോഷമുണ്ടായിരുന്നു. ഇന്നും അത്തരത്തിൽ ഈ പ്രതിയെ ഇവിടെ തെളിവെടുപ്പിന് എത്തിക്കുമ്പോൾ ജനരോഷം ഉണ്ടാവാനുള്ള സാധ്യത പോലീസ് തള്ളിക്കളയുന്നില്ല. ആ ഒരു സാധ്യത കൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ് പോലീസ് ഇത്രയേറെ ഉദ്യോഗസ്ഥരെ, അതായത് 500ഓളം ഉദ്യോഗസ്ഥരെയും മറ്റുമൊക്കെ ഇവിടെ ഏർപ്പെടുത്തുന്നത് എന്നുള്ളതും ഉണ്ട്. അതുകൊണ്ട് തന്നെ വലിയ സുരക്ഷയോടുകൂടെയാണ് ഈ ചെന്താമരയെ കൊലപാതകം നടന്ന ബോയൻ കോളനിയിലേക്ക് എത്തിച്ച് തെളിവെടുപ്പിന് ഒരുങ്ങുന്നത്. ഇന്നേതായാലും ഈ കൊലപാതകം നടന്ന, ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഭാഗത്താണ് സുധാകരനെ വെട്ടിവീഴ്ത്തിയത്. ഈ വെട്ടിവീഴ്ത്തിയ സ്ഥലത്ത് കുറച്ച് പുറകിലായിട്ട് കാണുന്ന ആ ഭാഗത്താണ് ലക്ഷ്മിയെ വെട്ടിക്കൊന്നത്. അവിടെയും ഉൾപ്പെടെ എത്തിക്കും. ഈ വലതുവശത്ത് കാണുന്ന ചെന്താമരയുടെ വസതിയിലും ഉൾപ്പെടെ എത്തിച്ചായിരിക്കും തെളിവെടുപ്പ് പ്രധാനമായിട്ടും ഇന്നുണ്ടാവുക എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പിന്നെ പ്രതി ആയുധം വാങ്ങിയത് എരവഞ്ചേരിയിൽ നിന്നാണ്. അതുപോലെ തന്നെ ഈ തൊട്ട് അടുത്ത് തന്നെ ഒരു മലയുണ്ട്. ആ മലഭാഗത്താണ് ഒളിവിൽ കഴിഞ്ഞിരുന്നത്. അവിടെയൊക്കെ ഈ പ്രതി എത്തിച്ച് തെളിവെടുപ്പ് നടത്തുമോ എന്നുള്ളത് പോലീസ് വ്യക്തമാക്കിയിട്ടില്ല. ചിലപ്പോൾ അത് നാളത്തേക്ക് അത്തരത്തിലുള്ള തെളിവെടുപ്പുകൾ കൂടെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. ഏതായാലും കൂടുതൽ ഉദ്യോഗസ്ഥർ ഇപ്പോൾ ഈ സ്ഥലത്തേക്കൊക്കെ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 500ഓളം ഉദ്യോഗസ്ഥരെയാണ് ഇവിടെ സുരക്ഷയ്ക്കായി വിന്യസിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ശക്തമായ പോലീസ് സുരക്ഷയിൽ തന്നെയാണ് തെളിവെടുപ്പ് നടപടികളൊക്കെ നടക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും 11 മണിയോടുകൂടെ തന്നെ പ്രതിയെ ആലത്തൂർ കോടതിയിലേക്ക് എത്തിക്കും. 12 മണിയോടുകൂടെ തന്നെ ആലത്തൂർ അന്വേഷണ സംഘത്തിൻ്റെ കസ്റ്റഡിയിൽ വിടാനാണ് സാധ്യത. 1 മണിയോടുകൂടെ തന്നെ ഈ കൊലപാതകം നടന്ന സ്പോട്ടിലേക്ക് പ്രതിയുമായി അന്വേഷണ സംഘം എത്തി തെളിവെടുപ്പ് നടപടികൾ ആരംഭിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. ഓക്കെ, ശരി അരുണും ആനന്ദും വിവരങ്ങൾ നൽകുകയായിരുന്നു. 12 മണിയോടുകൂടിയായിരിക്കും പോത്തുണ്ടിയിൽ ചെന്താമരയെ തെളിവെടുപ്പിനായി എത്തിക്കുക.